അവ്യക്തമായൊരു CCTV ദൃശ്യത്തിൽ നിന്നാണ് അന്വേഷണ സംഘം വളപട്ടണത്തെ വൻ കവർച്ചയുടെ ചുരുളഴിച്ചത്. കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന സമാന രീതിയിലുള്ള മോഷണവും ആ കേസിലെ ഫിംഗർ പ്രിന്റും വളപട്ടണം കേസിൽ നിർണായകമായി. അന്വേഷണം ഏറ്റെടുത്ത 8ാം നാൾ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത് പോലീസിനും അഭിമാന നേട്ടമായി. അരിമൊത്ത വ്യാപാരി അഷറഫിന്റെ വളപട്ടണത്തെ വീട്ടിൽ കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 20-ന്. മോഷണ വിവരം പുറത്തറിയുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷം. തെളിവുകൾ പലതും അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു. മോഷണത്തിൽ മുൻപരിചയമുള്ള വീടിനെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ, അങ്ങനെ ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് നേരത്തെ ഉറപ്പിച്ചു. പക്ഷേ ആര്? 75 പേരുടെ വിരലടയാളങ്ങൾ, 100ഓളം CCTV ദൃശ്യങ്ങൾ, 67 മുൻ മോഷണ കേസുകൾ, കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ നീണ്ട ടവർ ലൊക്കേഷനിലെ ഫോൺ രേഖകൾ. ഒന്നിനും പ്രതിയിലേക്കെത്താൻ കഴിഞ്ഞില്ല. അവിചാരിതമായി പതിഞ്ഞ ഒരു CCTV ദൃശ്യമാണ് നിർണായകമായത്. ദൃശ്യത്തിലെ ആളുടെ ശരീരഭാഷയും വസ്ത്രവും പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചു. 2023-ൽ കീച്ചേരിയിൽ സമാന രീതിയിൽ നടന്ന മോഷണത്തിന്റെ വിശദാംശങ്ങളും ഇതിനോടകം പോലീസ് ശേഖരിച്ചിരുന്നു. അന്നത്തെ വിരലടയാളവും പ്രതിയുടേതും ഒന്നുതന്നെയെന്ന് പോലീസ് കണ്ടെത്തി. അതിനെ ഫിംഗർ പ്രിന്റ് ശേഖരിച്ച് അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കീച്ചേരിയിലുള്ള ഫിംഗർ പ്രിന്റുമായി ട്രേസായി. അപ്പോഴാണ് ശാസ്ത്രീയമായി അത് കുറച്ചുകൂടെ ബലപ്പെടുത്തി വിഷ്വൽസ് കിട്ടിയിരുന്നു. ഇതേമാതിരി കുറച്ചുകൂടെ ക്ലാരിറ്റിയിലെ വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസും ഈ കേസിലേക്ക് തെളിയിക്കുന്നതിൽ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ പ്രത്യേകം അറയുണ്ടാക്കിയാണ് മോഷണം മുതൽ സൂക്ഷിച്ചിരുന്നത്. നേരത്തെ പ്രവാസിയായിരുന്ന ഇയാൾ ഇപ്പോൾ ഏറെക്കാലമായി നാട്ടിൽ വെൽഡറായി ജോലി ചെയ്യുകയാണ്. മീഡിയ 1 കണ്ണൂർ.